ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എൻ്റർപ്രണറിൻ്റെ ഇവല്യൂഷൻ, എൻ്റർപ്രണർ എന്ന ടേമിന് ഇവല്യൂഷനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനിഷനിലേക്കാണ് പോകാൻ പോകുന്നത്. An entrepreneur is ordinarily called a businessman. He is a person who combines capital and labor for the purpose of production. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എൻ്റർപ്രണർ ഒരു ബിസിനസ്മാനായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേബർ, ക്യാപിറ്റൽ പോലുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് കമ്പൈൻ ചെയ്യുന്ന ഒരാളാണ്. ഈ ഓർഗനൈസ് ആൻഡ് മാനേജസ് എ ബിസിനസ് യൂണിറ്റ് അസ്യൂമിങ് ദ റിസ്ക് ഫോർ പ്രോഫിറ്റ്. അതായത് ഈ ഒരു ആൾ എൻ്റർപ്രണർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ്സിൻ്റെ ഫാക്ടേഴ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തു ലാഭം റിസ്ക് ഏറ്റെടുക്കുകയാണ്. അത് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, അതായത് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ബിസിനസ്സിന് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസ് ചെയ്യുന്ന ആളാണ് ഇതിൽ. ഈസ് ദ ആർട്ടിസ്റ്റ് ഓഫ് ദ ബിസിനസ് വേൾഡ്. ബിസിനസ് വേൾഡിൽ ഒരു ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റർപ്രണർ. നമുക്കിനി ഡെഫിനിഷനിലേക്ക് പോകാം. ഇൻ ദ വേൾഡ് ഓഫ് JBC, an entrepreneur is one who brings together the factors of production and combines them into a product. അതായത് എൻ്റർപ്രണർ എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ബിസിനസ്സിന് പ്രൊഡക്റ്റിൻ്റെ വേരിയസ് ഫാക്ടേഴ്സ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പോലെയുള്ള ഫാക്ടേഴ്സൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് അതൊരു പ്രൊഡക്റ്റാക്കി മാറ്റുന്ന ഒരാൾ, അയാൾക്ക് പറയുന്ന പേരാണ് എൻ്റർപ്രണർ. ഹി മെയ്ഡ് ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് എൻ എൻ്റർപ്രണർ. ഇതിൽ കൃത്യമായിട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് ആരാണെന്നും എൻ്റർപ്രണർ എന്നും കൃത്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ് ഈസ് ഓൺലി എ ഫിനാൻഷ്യർ. ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഫണ്ട് തരുന്ന ആൾ മാത്രമാണ്. നമ്മൾ മുന്നേ പറഞ്ഞത് എൻ്റർപ്രണർ സ്റ്റാർട്ടിങ്ങിൽ ഏർലി സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റലിസ്റ്റുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ക്യാപിറ്റലിസ്റ്റിന് ഒന്ന് മാറ്റം വരുത്തി പറയുന്നുണ്ട്. അതായത് ഫിനാൻസ് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയും. പക്ഷേ എൻ്റർപ്രണർ ഈസ് ദ കോർഡിനേറ്റർ ആൻഡ് ഓർഗനൈസർ ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. പക്ഷേ എൻ്റർപ്രണർ ബിസിനസ് കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് JBCൻ്റെ കേസിൽ. അതായത് കൃത്യമായി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കമ്പൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾ. ഇനി രണ്ടാമത്തെ ഡെഫിനിഷനാണ് ജോസഫ് എ ഷ്യൂംബിറ്റോ. എൻ്റർപ്രണർ എന്ന് വെച്ചാൽ വൺ ഹു ഇന്നോവേറ്റ്സ്, റൈസ് മണി, അസംബിൾസ് ഇൻപുട്സ് ആൻഡ് സെറ്റ്സ് ദ ഓർഗനൈസേഷൻ ഗോയിങ് വിത്ത് ദ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ദം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് which others are not able to fulfill such economic opportunities. അതിവിടെ പറയുന്നത് ഒരു ഇന്നോവേറ്ററാണ്. അതായത് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ചില വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ് എൻ്റർപ്രണർ. അയാൾ എന്ത് ചെയ്യുന്നത്? പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു അതിന് ആവശ്യമായ ഫണ്ട്, ഇൻപുട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബിസിനസ്സിനെ ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് ബിസിനസ്സിന് ഇതുവരെ ആരും കൊണ്ടുവരാത്ത ചില മാറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനാവശ്യമായ ഫണ്ടും ഇൻപുട്സൊക്കെ കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരാൾക്ക് പറയുന്ന പേരാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ JBCൻ്റെ കേസിലും പറഞ്ഞു, അതുപോലെ തന്നെ ഷ്യൂംബിറ്റോൻ്റെ കേസിലും നമ്മൾ എൻ്റർപ്രണറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എൻ്റർപ്രണർ ആണ്. അതിലൊന്നാമത്തത് എൻ എൻ്റർപ്രണർ ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. അതായത് ഹീസ് എ കാറ്റലിസ്റ്റ് ഓഫ് ചേഞ്ച്. ഒരു സൊസൈറ്റിയിൽ മാറ്റം കൊണ്ടുവരുന്ന ആൾ, അതാണ് എൻ്റർപ്രണർ. രണ്ടാമത്തത് ഇസ് എ ആക്ഷൻ ഓറിയൻറ്റഡ്. അതായത് ഹൈലി മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ ഹു ടേക്സ് റിസ്ക് ടു അച്ചീവ് ഗോൾസ്. അതായത് ആക്ഷൻ കൊണ്ടുവരുന്ന ഒരാൾ, ഹൈലി റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റർപ്രണർ. മൂന്നാമത്തത് entrepreneur accepts responsibilities with enthusiasm and endurance. അതായത് ഇവിടെ പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു ആളാണ് ഇതിൽ എൻ്റർപ്രണർ. നെക്സ്റ്റ് എൻ്റർപ്രണർ ഈസ് തിങ്കർ ആൻഡ് ഡൂവർ, പ്ലാനർ ആൻഡ് വർക്കർ. അയാൾ ചിന്തിക്കുന്ന ആളാണ്, വർക്ക് ചെയ്യുന്ന ആളാണ്, പ്ലാൻ ചെയ്യുന്ന ആളാണ്. നെക്സ്റ്റ് എൻ്റർപ്രണർ ക്യാൻ foresee the future, seize market with a salesman persuasiveness, manipulate funds with financial talent, and smell error, frauds and deficiencies with an auditor's precisions. അതായത് ഇവിടെ പറഞ്ഞ എൻ്റർപ്രണർ വെച്ചാൽ ഫ്യൂച്ചർ കാണുന്ന ഒരാളാണ്. അയാൾ ചില ക്യാരക്ടറായിട്ട് ഉണ്ട്. ഒരു സെയിൽസ്മാൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് മാർക്കറ്റ് ആക്കി മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ടാലൻറ്റ് യൂസ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യും? ഫണ്ട് കണ്ടെത്തും. അതേപോലെ തന്നെ ഒരു ഓഡിറ്ററിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ
ഫ്രോഡും ഇറേഴ്സൊക്കെ കാണുകയും ചെയ്യും. ഇനി ആറാമത്തേത്, എൻ്റർപ്രനർ അണ്ടർടേക്സ് വെഞ്ചർ നോട്ട് ഫോർ ഹിസ് പേഴ്സണൽ ഗെയിൻ alone but for the benefit of consumer, government and the society as a whole. അതായത് എൻ്റർപ്രനർ അയാളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രമല്ല, കൺസ്യൂമറിനും ഗവൺമെൻറ്റിനും അതേപോലെ സൊസൈറ്റിക്കും വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് നടത്തുന്നത്. നെക്സ്റ്റ്, എൻ്റർപ്രനർ ബിൽഡ്സ് ന്യൂ എൻ്റർപ്രൈസസ്, പുതിയ എൻ്റർപ്രൈസ് ബിൽഡ് ചെയ്യും. ഹി പോസസ് ഇൻറ്റൻസ് ലെവൽസ് ഓഫ് determination and a desire to overcome hurdles and solve the problems and complete the job. അത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ട് അയാളുടെ ജോബ് കംപ്ലീറ്റ് ചെയ്യും. അത് പുതിയ സ്ഥാപനമാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് തരണം ചെയ്യുന്ന ഒരാളാണ് എൻ്റർപ്രനർ. എട്ടാമത്, എൻ്റർപ്രനർ ഫൈൻഡ്സ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്ന ഒരാളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റർപ്രനർ. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി അതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഇൻപുട്സൊക്കെ കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ് അയാൾ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിൽ ഇൻപുട്സ് കണ്ടെത്തും. ഒമ്പതാമത്തത്, എൻ്റർപ്രനർ ഡസ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ആസ് എ ഫങ്ഷൻ ഓഫ് വിഷൻ, ഹാർഡ് വർക്ക് ആൻഡ് പാഷൻ. ഈ ചാലഞ്ച് അസംഷൻസ് ആൻഡ് ബ്രേക്സ് റൂൾസ്. അതായത് ഇവിടെ എക്സ്ട്രാ ചില വിഷൻസ്, ഫ്യൂച്ചർ കാണാനാണെങ്കിലും അത് ഹാർഡ് വർക്കും ഒക്കെയുള്ള ഒരു ടേസ്റ്റുള്ള ഒരാളാണ് എൻ്റർപ്രനർ. അതുപോലെ തന്നെ അയാൾ എന്ത് ചെയ്യും, നിലവിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യും. പത്താമത്തത്, ഓൾദോ മെനി പീപ്പിൾ കം അപ്പ് വിത്ത് ദ ഗ്രേറ്റ് ബിസിനസ് ഐഡിയാസ്, മോസ്റ്റ് ഓഫ് ദം നെവർ ആക്ട് ഓൺ ദ. അതായത് ഒരുപാട് പുതിയ ഐഡിയ കൊണ്ടുവരുന്ന ആളുകളാണെങ്കിലും അവർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ എൻ്റർപ്രനർ വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റർപ്രനറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, എന്തൊക്കെയാണ് എൻ്റർപ്രനറിൻ്റെ ഡെഫിനിഷനും അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.